ഏഷ്യാനെറ്റ് എന്ന് പറയുന്നൊരു ചാനൽ പണ്ട് പുളിയറക്കോണത്ത് തുടങ്ങിയ സമയത്ത് എൻ്റെ വീട് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അരുവിക്കരയിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഉള്ളൂ പുളിയറക്കോണത്തുള്ള ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ. അപ്പം ഞാൻ രാവിലെ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ പോവും. ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ പോയിട്ട് ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ പോവാൻ. ഈ സ്റ്റുഡിയോ പല പല സ്റ്റുഡിയോകളിലായിട്ടാണ് പല പല റിയാലിറ്റി ഷോകളും സീരിയലിലെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ ഓരോ ഡയറക്ടേഴ്സ് വണ്ടികൾ പോവും, ഓരോ പ്രോഗ്രാമിൻ്റെ വണ്ടികൾ പോവും. ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിൻ്റെ വണ്ടി പോവും, കോമഡി എക്സ്പ്രസിൻ്റെ വണ്ടി പോവും, പലതരത്തിലുള്ള പ്രോഗ്രാംസിൻ്റെ വണ്ടി പോകുമ്പോൾ ഞാൻ ഈ വണ്ടിയുടെ പുറകെ ഓടും. ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ പുളിയറക്കോണത്ത്. അപ്പോൾ എന്നോട് വീട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്, നീ എന്തിനാ എന്നും പുളിയറക്കോണത്ത് പോണേ? ഞാൻ ഏഷ്യാനെറ്റിൽ പോകുന്നു. നീ ഏഷ്യാനെറ്റിൽ നിനക്ക് എന്താ ജോലി? ഏഷ്യാനെറ്റ് ഇഷ്ടംപോലെ ജോലികളുണ്ട്. എന്നിട്ട് ഈ പല പല പ്രോഗ്രാമിൻ്റെ ഇടയിലൊക്കെ ഞാൻ പോവും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. ഏഷ്യാനെറ്റ് തരുന്ന ഭക്ഷണം ഒരുപാട് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് ഞാൻ, ക്യൂ നിന്നിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരുപാട്. അപ്പോൾ അന്ന് ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, കോമഡി എക്സ്പ്രസിൻ്റെയും കോമഡി സ്റ്റാറിൻ്റെയൊക്കെ ഒരു ഫ്ലോറിലൊക്കെ ഒരു വേഷം ചെയ്യാനൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എനിക്ക് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ പല പല കോമഡി സ്കിറ്റുകളൊക്കെ ഞാൻ പണ്ട് അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച പല പല ബാക്ക് ഡ്രോപ്പിൽ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര വർഷം മുമ്പ്, ഒരു 2010 സമയത്തൊക്കെയാണ് തോന്നുന്നു. കോമഡി സ്റ്റാർ കോമഡി എൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷം നോബിച്ചേട്ടൻ കണ്ടപ്പോൾ പറഞ്ഞു, എടാ നിന്നെ ഞങ്ങളെ പഴയ ഒരു സ്കിറ്റ് എടുത്ത് കണ്ടുകൊണ്ട് ആ സ്കിറ്റിൻ്റെ പുറകെ നീ ഒരു ക്ലാപ്പ് ബോർഡും വെച്ചോണ്ട് ഇങ്ങനെ പോകുന്നു. ആയ കാലത്ത് കോമഡി കളിച്ചിരുന്ന ആളാണ് കുറേ അധികം പണിയെടുത്തിട്ടുണ്ട്. ഈ ഏഷ്യാനെറ്റിൽ ചാനലിൽ പല പല പരിപാടികളിലൊക്കെ കയറുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ നാടിന് അടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പമായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ കയറാനായിട്ട്. അതിനുശേഷം ഞാൻ സിനിമയിലേക്ക് എത്തി. ഞാൻ അതേ ഏഷ്യാനെറ്റിൻ്റെ കോമഡി സ്റ്റാർ ഫ്ലോറിൽ ജഡ്ജായിട്ട് പോകുന്നു, ഗസ്റ്റായിട്ട് പോകുന്നു. എനിക്ക് നല്ല സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു ആ സമയത്ത്. അന്ന് അവിടെ അത് പറയുകയും ചെയ്തു, അയ്യോ നമ്മളെ ഏഷ്യാനെറ്റിൻ്റെ കോമഡി പരിപാടികളിലേക്കും മറ്റ് റിയാലിറ്റി ഷോകളിലൊക്കെ അളിയൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ വന്ന ഒരാളാണ് ഇന്നിതാ നമ്മുടെ ഫ്ലോറിൽ ഗസ്റ്റായിട്ട് വരുന്നത്. നമ്മുടെ ഓണം നമ്മുടെ മിൽമ.